നോക്കുവിൻ, സുവിശേഷം ചീത്ത പറയുന്നതല്ല, സുവിശേഷം ആരെയും വെല്ലുവിളിക്കുന്നതല്ല, സുവിശേഷം ആരെയും പരിഹസിക്കുന്നതല്ല, സുവിശേഷം നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ള വാക്കാണ് സുവിശേഷത്തിന്റെ കാതലായിരിക്കുന്ന അടിസ്ഥാനം. എന്നിട്ടും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ കോപിഷ്ഠരായിട്ട് തീരുന്നത് എന്ത്? നിങ്ങൾ പലരും പല്ല് നിർമ്മുന്നത് എന്ത്? പ്രിയപ്പെട്ടവരെ, നമ്മൾ വ്യാപരിക്കുന്ന പാപത്തിന്റെ ശക്തി, നമ്മൾ വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ ശക്തി, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ വെളിച്ചത്തിൽ വസിക്കുമെന്നുള്ള ആ യേശുക്രിസ്തു ദൈവത്തിന്റെ വെളിച്ചമായിരിക്കുന്ന, ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്ന ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുമ്പോൾ നമ്മളിലുള്ള ഇരുട്ടത്തെ നമ്മൾ അതിനെ നിഷേധിക്കരുത്. ഞാനും നിഷേധിച്ചിട്ടുണ്ട്. മാത്രമല്ല, നിങ്ങളെക്കാൾ ഉപരി സുവിശേഷത്തെ എതിർത്തിയ ഒരു നാവാണ് ഇന്ന് യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട ഉപദേശിമാരുടെ മുമ്പിൽ അവർ നൽകി തരുന്ന ട്രാക്കുകൾ ചുരുട്ടിക്കൂട്ടി അവന്റെ മുമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ട് പുറമെ ഞാൻ ചീത്തയൊന്നും പറയാത്തവനായത് കൊണ്ട് ചീത്ത പറഞ്ഞില്ലെന്നേ ഉള്ളൂ, എന്നാൽ കഠിനമായിരിക്കുന്ന ദേഷ്യത്തോടുകൂടെ കടന്നു പോയിട്ടുള്ളവനാണ് ഞാൻ. യേശുക്രിസ്തു ദൈവമോ എന്ന് ചോദിച്ച നാവാണ് എന്റേത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം പ്രതികാരം ചെയ്യുന്നവനെല്ലാം ദൈവം സ്നേഹവാനാണ്. നമ്മുടെ പാപങ്ങളെ മായ്ച്ച്, നമ്മുടെ ലംഘനങ്ങളെ മായ്ച്ചു കളഞ്ഞ്, കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിനെതിരെ സംസാരിച്ച ദൂഷണങ്ങളെ നീക്കി നമ്മളെ വീണ്ടും എന്താണ് ദൈവത്തിന്റെ തണലിലേക്ക് കൊണ്ടുവരുവാൻ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു.